ഇപ്പോൾ വന്നൊരു പ്രധാന വാർത്ത, കൊല്ലം ശാസ്താംകോട്ടയിൽ ബൈക്കിടിച്ച് 10 വയസ്സുകാരൻ മരിച്ച ആ സംഭവം ഓർമ്മയില്ലേ? അതിലിപ്പോൾ ബൈക്ക് ഓടിച്ച യുവാവിന് ലൈസൻസ് ഇല്ല എന്നതുകൂടി വരുന്നു. അരിനല്ലൂർ തേവലക്കര സ്വദേശി ബേസിലിൻ ബ്രിട്ടോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരാളിമുക്ക് നെടുമ്പുറ സ്വദേശി അനിൽകുമാറിന്റെയും അംബികാകുമാരിയുടെയും മകൻ അഭിരാമാണ് മരിച്ചത്. വാഹനം ഓടിച്ചത് താനാണെന്ന് ബേസിലിന്റെ സഹോദരൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ നാട്ടുകാർ നൽകിയ വിവരത്തിൽ നിന്ന് യഥാർത്ഥ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, ആ 10 വയസ്സുകാരന്റെ മരണം, അതിന് പിന്നിൽ ആരായിരുന്നു, അല്ലെങ്കിൽ ആരാണ് ആ ബൈക്ക് ഓടിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയല്ലേ? ബേസിലിൻ ബ്രിട്ടോയെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? സുജിയ, ഈ മാസം 11-ാം തീയതിയായിരുന്നു കാരാളിമുക്ക്, ശാസ്താംകോട്ടയ്ക്കടുത്തുള്ള കാരാളിമുക്കിൽ ഈ അപകടം നടന്നത്. 10 വയസ്സുകാരൻ ട്യൂഷന് പോകുമ്പോൾ അമിത വേഗത്തിലെത്തിയ ഒരു ബൈക്ക് ഈ 10 വയസ്സുകാരനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം 50 മീറ്ററോളം കുട്ടിയെയും വലിച്ചിഴച്ച് കൊണ്ടുപോകുകയായിരുന്നു. ശേഷം ബാഗിൻ്റെ വള്ളി ഈ ബൈക്കിൻ്റെ മേൽ കുടുങ്ങി വീഴുകയും പിന്നീട് വാഹനവുമായി മുന്നോട്ട് പോകുകയും ആ കുട്ടി വഴിയിൽ തെറിച്ച് വീഴുകയുമാണ് ചെയ്തത്. പിന്നീട് വാഹനം നിർത്താതെ പോയ ബേസിലിൻ ബ്രിട്ടോ കഴിഞ്ഞ 4 ദിവസം ഒളിവിലായിരുന്നു. കുട്ടി ഇന്നലെ രാത്രിയാണ് ഈ അഭിരാം, 10 വയസ്സുകാരനായ അഭിരാം മരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ ബൈക്ക് ഓടിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ പ്രതിയുടെ സഹോദരൻ രംഗത്തെത്തുകയും പിന്നീട് വാഹനം ഓടിച്ചത് താനാണെന്നെല്ലാം പറയുകയും ചെയ്തു. പക്ഷേ നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബൈക്കാണ് അപകടം വരുത്തിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതി ലൈസൻസ് ഇല്ലാത്ത ബേസിലിൻ ബ്രിട്ടോ ആണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഈ വാഹനത്തിൻ്റെ ഇവിടെ വീഴ്ത്തിയതിനു ശേഷം ഈ ബ്രേക്ക് പാഡിന് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഗിയർ പാഡിൻ്റെ അടുത്തുള്ള ഇതിൽ കുടുങ്ങിയാണ് ഈ 10 വയസ്സുകാരനെ 50 മീറ്ററോളം വലിച്ചിഴച്ച് കൊണ്ടുപോകുകയും ചെയ്തത്. അങ്ങനെ ആണ് ഈ കുട്ടി മരിക്കുകയും ചെയ്തത്. ലൈസൻസ് ഇല്ലാത്ത ഈ കുട്ടിക്ക് വാഹനം കൊടുത്തത് ഈ ബേസിലിൻ്റെ സഹോദരനാണ്. സഹോദരൻ്റെ പേരിലാണ് ഈ വാഹനമുള്ളത്. കുട്ടി ബേസിൽ വാഹനം എടുത്ത് കൊണ്ടുപോയി. ബേസിലിൻ ബ്രിട്ടോയാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ബേസിലിന് ലൈസൻസും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ദിലീപ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടരാം. സുജിയ, ഈ വാഹനം നൽകിയ ശേഷം ഈ സഹോദരനായ ബേസിലിൻ ബ്രിട്ടോയ്ക്ക് നൽകിയ ശേഷം ഈ വാഹനം അപകടത്തിൽപ്പെട്ട ശേഷം വാഹനം വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും സഹോദരങ്ങൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ അപകടം നടന്ന സ്ഥലമെല്ലാം പരിശോധിച്ച് വാഹനം ഓടിച്ചത് താനാണെന്നും അത് പോലീസിന് നൽകാനുള്ള മൊഴിയെല്ലാം പഠിച്ച ശേഷം പോലീസിൻ്റെ മുൻപാകെ വന്ന് സഹോദരൻ പറയുന്നു താനാണ് വാഹനം ഓടിച്ചത്, അപകടം പറ്റിയതെന്നും പറയുന്നു. അപ്പോഴത്തെ പേടികൊണ്ട് വാഹനം നിർത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. പക്ഷേ നാട്ടുകാർ പറഞ്ഞത് വ്യക്തമായ ധാരണയിൽ നാട്ടുകാർ നൽകിയ മൊഴിയിലും അവിടുത്തെ CCTV പരിശോധിച്ചതിൽ നിന്ന് ബേസിലിൻ ബ്രിട്ടോ ആണ് വാഹനം ഓടിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ സമയത്ത് ബേസിലിൻ ബ്രിട്ടോ ഹെൽമെറ്റ് ധരിക്കുകയും ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് അപകടം വരുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിരാം 4 ദിവസത്തോളം വെന്റിലേറ്ററിൽ ആയിരുന്നു. ഇവിടെ SN സ്കൂളിലെ സെൻട്രൽ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച അഭിരാം. അമിത വേഗത്തിൽ ആണ് വാഹനം ഓടിച്ചത്. നമുക്ക് മറ്റൊരു ദിവസം നവംബർ 26-ന് കൊല്ലത്ത് തന്നെ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടി വാഹനം ഓടിക്കും ഒരു വയോധിക മരിക്കുകയും ചെയ്തു. അന്ന് പോലീസ് കേസെടുത്തിരുന്നത് മുത്തശ്ശനെതിരെയാണ്. 80 വയസ്സുള്ള മുത്തശ്ശൻ്റെ പേരിലായിരുന്നു വാഹനമുണ്ടായത്. അന്ന് മുത്തശ്ശനെതിരെ കേസെടുത്തു. ശാസ്താംകോട്ട പോലീസിൽ തന്നെ മറ്റൊരു കേസുണ്ടായത് ലൈസൻസ് ഇല്ലാത്ത കുട്ടി വാഹനം ഓടിച്ച് നിർത്തിയിട്ട ടിപ്പറിന് പുറകിലിടിക്കുകയും ആ കുട്ടി തൽക്ഷണം മരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നത് ഒരു നിത്യ സംഭവമാവുകയും ചെയ്തു. മാത്രമല്ല ദിലീപ് ദേവസ്യ, അത് ആളുകളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക്, അതായത് പരിശീലനം ലഭിക്കാതെ ലൈസൻസ് എടുക്കാതെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ആ കുട്ടികളുടെ കയ്യിലേക്ക് എത്ര സ്നേഹത്തിന്റെ പേരിലായാലും ഈ വാഹനം ഏൽപ്പിക്കുന്ന രക്ഷിതാക്കൾ ഉത്തരവാദികൾ തന്നെയാണ്. ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിനുള്ളിൽ ഒരു 10 വയസ്സുകാരനെ ഇടിച്ചിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് 10 വയസ്സുകാരനാണ് അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ ആ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിക്ക് ലൈസൻസ് ഇല്ല. കുട്ടിയുടെ സഹോദരൻ കുറ്റം ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല നാട്ടുകാരുടെ ഇടപെടലിലൂടെ.